ഗൈസ്, അപ്പോൾ നിങ്ങൾ കേട്ടത് സത്യമാണ്. എന്താണെന്നുള്ളതല്ലേ, നമ്മളെ ചാനലിൽ ഒരു ഗീവ് അവേ ഒക്കെ ഉണ്ട്. അതായത് നമ്മളെ ചാനലത്തെ ഫസ്റ്റ് ഗീവ് അവേ. അപ്പോൾ ഗൈസ്, നമ്മളെ ചാനൽ 3K സബ്സ്ക്രൈബർ ആയപ്പോഴാട്ടോ ഞാനൊരു ഗീവ് അവേ വെച്ചാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് നമുക്കിപ്പോൾ എന്താ കൊടുക്കാൻ കഴിയുക, ഒരു ഗീവ് അവേ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഗീവ് അവേ വെക്കുന്നത് ഇപ്പോഴല്ല, നമ്മളെ ഫാമിലി എന്നാണോ 5K സബ്സ്ക്രൈബർ ആവണത് അതിനിടയ്ക്ക് പയ്യൊക്കെ കാര്യം, പക്ഷെ നമ്മൾ മെയിൻറ്റ് ആക്കരുത്. അപ്പോൾ നമ്മളെ ഫാമിലി എന്നാണോ 5K ആവുന്നത് അന്ന് നമ്മളെ ഗീവ് അവേൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇനി ഗീവ് അവേക്ക് എന്താണെന്ന് കൊടുക്കുന്നത് ഞാൻ കുറേ ചിന്തിച്ചിട്ടോ. എൻ്റെ മനസ്സിൽ ചെറിയൊരു ഊഹാപോഹങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി എനിക്കറിയണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് എന്നെക്കൊണ്ട് കഴിയണത് പറയണേ, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വേറെ 2 കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നമ്മളെ ഫാമിലിത്തെ ഒരു മെമ്പർ ആവുക, അതായത് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ. പിന്നെ ചെയ്യേണ്ടത് നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കണം. ആ പോസ്റ്റിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെയിം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഗീവ് അവേൻ്റെ റിസൾട്ട് നമ്മൾ എന്നാണോ 5K ആവുന്നത് അന്ന് തന്നെ നമ്മൾ അനൗൺസ് ചെയ്യണതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോലെ നമ്മളെ ഫാമിലി അംഗങ്ങളായിട്ട് വേറെ ആർക്കെങ്കിലൊക്കെ കിട്ടണ്ടേ. സോ ഓലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളടാ. ടാറ്റ, ബൈ ബൈ.